നേരത്തെ പറഞ്ഞ പുള്ളിയെ കണ്ടിട്ടോ. ഹലോ, വാട്ട്സ് യുവർ നെയിം? നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതാണ്ട് വാങ്ങിച്ചോണ്ട് വന്ന ഫിഷ്, പുട്ട്, ഇതെന്താ സ്പോൺസർ? You understand? ഒരു 4 മണിക്കൂർ മസാജ് സെക്ഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. 4 മണിക്കൂർ മസാജ് സെക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മാണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്റെ ക്യാമറ മാറ്റുമ്പോൾ നിങ്ങൾ ഞെട്ടിക്കാം. ഞാൻ എന്റെ താടിയെല്ലാം വഴിച്ചു കുട്ടപ്പനായി. ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് ചെയ്യാൻ പറ്റും, പലർക്കും പല ഇഷ്ടങ്ങളാണ്. അപ്പൊ എനിക്കിത് കുറെ ഇരുന്ന് എന്തോ പോലെയായിരുന്നു കേട്ടോ. ഇത്രയും നാള് ഷേവിംഗ് സെറ്റ് കിട്ടാത്തതുകൊണ്ടാണ്, ട്രിമ്മർ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വഴിക്കാത്തത്. ഷേവിംഗ് സെറ്റ് ഉണ്ട്, ട്രിമ്മർ അവസാനം കിട്ടി. അത് ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയാം. ഈ കാണുന്നതാണ് വാഷ്റൂം. കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു നിങ്ങൾ മനസ്സിലായില്ലേ, ഒരു എത്നിക് വൈബ് എന്ന് പറയണം, എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നത്. ഇതെന്താണ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ 2 മലയാളികളെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ കുറേ ഇവിടെ വേറൊരു ചേട്ടനുണ്ട്. ചേട്ടാ ഹായ്. എൻ്റെ ഡോക്ടർ അജിത്ത്. ഞാൻ പറയാൻ വന്നിപ്പം 4 മാസമായി. എങ്ങനെയുണ്ട് പനാമ? എക്സാക്ട്ലി കേരള പോലെ തന്നെയാണ്. നമ്മളെ കേരളത്തിലെ ഏതാ ഫീൽ നമുക്ക് ഇവിടെ കിട്ടും. കറക്റ്റാ, മരങ്ങളും അതും ഇതും. എൻ്റെ സ്ഥലം കൊല്ലത്ത് എവിടെയാ? കൊല്ലത്ത് കുണ്ടറ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വന്നത് ഇവിടുത്തെ ഒരു ചേട്ടാവാ എന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു മലയാളി ചേട്ടനെയാണ് പുള്ളിയൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ ചേട്ടൻ എന്നെ ഇവിടെ അയച്ചു. ചേട്ടൻ ഇവിടുന്ന് വേറെ ഏതോ രാജ്യത്ത് പോയി. അപ്പോൾ ചേട്ടനെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഇവിടെ കുറച്ച് മലയാളികൾ ചേർന്ന് അപ്പോൾ ഒരു ആയുർവേദ റിസോർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പേ ഞാനിവിടെ വന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ, ഉദ്ഘാടനത്തിന് മുമ്പേ. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു ചെറിയൊരു ടൂർ കാണിച്ചു തരാം. ചേട്ടാ ഹായ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ കഴിയും കേട്ടോ. ചേട്ടൻ പരിചയപ്പെടുത്തിക്കോളൂ ചേട്ടനെ തന്നെ. എൽദോ വയനാട്ടിലാണ്. ഇവിടെ വന്നൊരു 3 മാസമായി. ഞങ്ങളിവിടെ നമ്മുടെ കേരള ആയുർവേദം എങ്ങനെയുണ്ടെന്ന് പനാമയിൽ ആദ്യമായിട്ട് തുടങ്ങുവാണ്. പനാമയിൽ ഇല്ല ആയുർവേദം. നമ്മൾ കേരള ആയുർവേദം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ കണ്ടില്ല നമ്മുടെ പാലപ്പൂ. ഇതിനെ പാലപ്പൂ എന്നല്ലേ പറയുന്നത്? നമ്മുടെ നാട്ടിലെ പാലപ്പൂ. നമ്മുടെ നാട്ടിലെ ആ ഒരു സെയിം വെജിറ്റേഷൻ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തെല്ലാം കാണാൻ സാധിക്കുന്നത്. പിന്നെ തെങ്ങ് പറയേണ്ട കാര്യമല്ലല്ലോ. ഇത് ബ്രസീലിയൻ തെങ്ങാണോ? ഇത് ബ്രസീലിയൻ തെങ്ങാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ തേങ്ങയ്ക്ക് വലിയ ഇതില്ല. ഇത് കരിക്കിന് ഉപയോഗമുള്ള ബ്രസീലിയൻ തെങ്ങാണ്. കാലാവസ്ഥയിലും നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ്. കണ്ടില്ല, ഇവിടെ തേക്ക്, മഹാഗണി. ഇവിടെ ഇപ്പൊ സമ്മർ സമയമാണ് കേട്ടോ. സെൻട്രൽ അമേരിക്കയിലും കുറച്ച് ലാറ്റിൻ അമേരിക്കയിലൊക്കെ സമ്മർ സമയമാണ്. 1-2 മാസം കഴിയുമ്പോൾ പിന്നെ ഫുള്ള് മഴയായിരിക്കും. ഈ കാണുന്നത് ഇവിടത്തെ മസാജിങ് സെന്റർ ആണ് കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണ്. എന്താ സാധനം? അത് സ്റ്റീം ബോക്സ് ആണ്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടില്ല. സ്റ്റീം ബോക്സ് കേട്ടോ, മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റീം ബോക്സ്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ സ്ഥലം. ഞാൻ നെക്സ്റ്റ് ഒരു തവണ കൂടെ വരേണ്ടി വരുമല്ലോ. അതെ, ഇതിനെ എന്തോ പറയുമല്ലോ, മറന്നോ ഇതിന്റെ പേര്? പാത്തി, എണ്ണപ്പാത്തി. നമ്മുടെ ആയുർവേദത്തിന്റെ എണ്ണപ്പാത്തിയാണ് കേട്ടോ മസാജ് ചെയ്യുന്ന. നമ്മുടെ ശിവതാര ഒഴിക്കാൻ വേണ്ടി നമ്മുടെ എണ്ണ തൂക്കിയിട്ടിട്ട് നമ്മുടെ നെറ്റിയിൽ ഒഴിക്കുന്ന ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് ഒരു 3-4 മാസമായി അവിടുന്ന് ഷിപ്പ് ചെയ്ത് ഇവിടെ എത്തിച്ചതാണ്. ഓക്കെ റിസ്ക് എടുത്തിട്ടാണ് ആയുർവേദം നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ ധാര നിങ്ങൾക്ക് പരിചിതമായിരിക്കുമല്ലോ. നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ ആയുർവേദം തുടങ്ങിയത്? കേരളത്തിൽ നിന്നാണ് ആയുർവേദം തുടങ്ങിയത്. പക്ഷെ കേരളത്തിലെ പല ആളുകൾക്കും ആയുർവേദത്തിനെ കുറിച്ച് അധിക ധാരണയില്ല കേട്ടോ. അതാണ് വേറൊരു കാരണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള പല ഈവൻ ചെറിയ ചെടികൾ പോലും മെഡിസിനൽ വാല്യൂ ഉള്ള മൂല്യമുള്ള ആയുർവേദിക് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ആണ്. നമുക്ക് അതുപോലും അറിയില്ല. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നാട്ടിൽ അങ്ങനെ അധികം ആളുകൾ അതൊന്നും പിന്തുടരുന്നില്ല. ഇവിടെ നമ്മുടെ പേരയ്ക്ക, നമ്മുടെ പപ്പായ, തെങ്ങ്, ഇവിടെ ഓറഞ്ച്, നാരങ്ങ, വേപ്പില, പിന്നെ നമ്മുടെ ബോഗൻവില്ല ചെടികൾ, പിന്നെ നമ്മുടെ ഗുണവന എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ ഗുണവന എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്നത്? ഗുണവന എന്ന് പറയുമ്പോൾ സോർ സൂപ്പ്, മുള്ളാത്തി ചക്ക, മുള്ളാത്തി. ചേട്ടൻ്റെ എവിടെയോ? വയനാട്ടില് മുള്ളാത്തി. കപ്പ, മരിച്ചിനി,
എല്ലാം നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ കേട്ടോ. ബട്ട് ഇതൊന്നും അധികം ഉപയോഗിക്കില്ല. അതാണ് ഇവര് UK എന്നാണ് പറയുന്നത്. UK അല്ലേ മരിച്ചിനെ പറയുന്നത് UK എന്നാണ്. നിങ്ങൾ ഉപയോഗിക്കും. പിഴുതു തുടങ്ങിയല്ലേ. ബാക്കി പൊതുവെ ഇവിടെ ഉപയോഗിക്കാറില്ല. ഇതൊരു 1 ഏക്കറിൽ ഇവര് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. 1 ഹെക്ടർ, സോറി 1 ഹെക്ടറിലല്ലേ. വേറെന്തൊക്കെയുള്ള ഇവിടെ? ഇവിടെ ഇപ്പൊ നമ്മൾ ഇനി പ്ലാന്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി നമുക്ക് കുറെ പ്ലാന്റ് ചെയ്യാനുണ്ട്. അവിടെ ലാൻഡ് റെഡി ആക്കിയിട്ടുണ്ടല്ലോ. ഹെർബൽ ഗാർഡൻ ഉണ്ട്, പിന്നെ നമുക്ക് അവക്കാഡോ ഉണ്ട്. ഇപ്പൊ അവക്കാഡോ ഒരെണ്ണം നിൽപ്പുണ്ട്. പിന്നെ നമുക്കുള്ളത് തേക്ക്. ഇപ്പൊ റീസെന്റ് തേക്കൊക്കെ ഉള്ളൂ. ഇത് നാരങ്ങ 2 നാരങ്ങ മരം നിൽപ്പുണ്ട്. പിന്നെ പുളിമരം, വേപ്പ്, അങ്ങനെയുള്ള കുറച്ചുണ്ട്. പിന്നെ കുറുന്തോട്ടി ഉണ്ട്. നമ്മുടെ റോഡിലേക്ക് പോകണം. പുനർനവ എന്ന് പറഞ്ഞ ഹെർബൽ ഉണ്ട്. പിന്നെ നമ്മുടെ കീഴാർനെല്ലി ജോണ്ടിസിന് കൊടുക്കുന്ന അത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സൗത്ത് അമേരിക്കയില് നമ്മുടെ നാട്ടിലെ, അതായത് ഇന്ത്യന്ന് നമ്മുടെ നാടിന് ഒരു പ്രത്യേക വെജിറ്റേഷൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആ വെജിറ്റേഷൻ കുറെ നമുക്ക് പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നെ കുറെ സൗത്ത് അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ കുറേയൊക്കെ ഒരു പരിധി വരെ കോളനൈസേഷൻ കാരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇപ്പൊ കശുവണ്ടി ബ്രസീലിൽ നിന്ന് വന്നു. പിന്നെ പല സാധനങ്ങൾ ബ്രസീലിൽ നിന്ന് വന്നു. ഇപ്പോൾ സിനമണ്ണൊക്കെ കേരളത്തിൽ നിന്നാണ് ഒറിജിനേറ്റഡ് ചെയ്തത്. ബട്ട് ഇപ്പോൾ സെൻട്രൽ അമേരിക്കയിലെ പല രാഷ്ട്രങ്ങളും ഒക്കെ അതിൽ സിനമണ്ണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ കുറെ ഇവർ കോളനൈസേഷൻ വഴി, ട്രേഡ് വഴി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതിൻ്റെ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ബോഗൺവില്ല, കളർ ചെടി കേട്ടോ. നമ്മുടെ എൻട്രി ചെയ്ത് നമ്മുടെ വലതു ഭാഗത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഒരു ചർച്ചാണ് കേട്ടോ. ഇതിന്റെ കഥ എന്താ? അത് ഒരു ചാപ്പലാണ്. ആക്ച്വലി ഈ വീട് നമ്മൾ റെന്റ് എടുക്കുമ്പോ ഈ വീട്ടിൽ ഉണ്ടായിരുന്നതാണിത്. ഇത് ഒരു ക്രിസ്ത്യൻ പുള്ളിന്റെ ആണ് വീട്. അപ്പൊ അവരത് ചാപ്പൽ ഇടയ്ക്ക് അവരുടെ കമ്മ്യൂണിറ്റി ഇവിടെ കൂടുന്നതാണ്. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാപ്പല് മാറ്റാനും പറ്റില്ല. ആയുർവേദവും ക്രിസ്ത്യാനിറ്റിയും അത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്ലെൻഡാണ്. ഒരിക്കലും മാച്ചിങ് ആവാത്ത ഒരു കോംബോ ആണല്ലേ. ഇവിടെ ഒരു ക്ഷേത്രമായിരുന്നെങ്കിൽ പിന്നെയും ഒരു രീതിയിലൊക്കെ മാച്ചിങ് ആവുമായിരുന്നു. ഞാൻ ഹിന്ദുയിസം ആയുർവേദമായിട്ട് കൂട്ടിക്കഴിക്കുന്നതല്ല. ബട്ട് ക്രിസ്ത്യാനിറ്റിയും കാട്ടി ഹിന്ദുയിസമാണ് കേട്ടോ കൂടുതൽ ആയുർവേദത്തുമായിട്ട് മാച്ചിങ് ആവുന്നത്. ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഒരു ആയുർവേദ മസാജ് സെന്റർ അല്ല, ആയുർവേദ ഒരു റിസോർട്ടിലെ ഒരു ചാപ്പല്. ബീച്ചിന്റെ പ്രതീക്ഷയല്ല ഇവിടെ. അങ്ങനെ സർഫിംഗ് ബീച്ച് നമ്മൾ ഇവിടെ നിന്ന് നേരെ കുറച്ച് പോയാൽ നമ്മുടെ പസഫിക് മഹാസമുദ്രം എത്തും കേട്ടോ. വലിയ കാമായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ബന്ധിപ്പിക്കുന്ന നമ്മുടെ പാൻ അമേരിക്കൻ ഹൈവേ ഉണ്ടല്ലോ, അത് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഇല്ലല്ലേ. ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ പാൻ അമേരിക്കൻ ഹൈവേ ആണ്. അത് പോയിട്ട് നേരെ പനാമയെ തീരും. പിന്നെ പനാമയിൽ നിന്ന് പാൻ അമേരിക്കൻ ഹൈവേ ഇല്ല. പിന്നെ അപ്പുറത്ത് കൊളംബിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു തിക്കായിട്ടുള്ള റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതാണ് ഡെറിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ കാട്ടിക്കൂടെ പോയാൽ ചിലപ്പം മരണപ്പെടാം, ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കൊണ്ടുപോകാം. കുറേ ഈ റെബൽസ് കുറേ ഇവരൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ എൻ്റെ പ്ലാന് ബോട്ട് എടുത്ത് വല്ലതും ക്രോസ് ചെയ്യാനാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് ഇതുപോലെ കുറേ ഹൗസുകളുണ്ട് കേട്ടോ. ഓരോ ആളുകളെ പണമായിട്ട് അല്ല, കുറേ കാശുകാരുടെ കുറേ ഹോളിഡേ ഹോം അല്ലെങ്കിൽ അവരുടെ ഒരു ഫാം ഹൗസുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ബീച്ചിലോട്ട് വന്നതാണ് കേട്ടോ. ഈ കാണുന്ന ബീച്ചിലോട്ട് വന്നതാണ്. ഇവിടെ പൊതുവെ ആളുകൾ പനാമ സിറ്റിയിൽ നിന്നൊക്കെ ഈ ഒരു ശനി ഞായർ വീക്കെൻഡ്സിലൊക്കെ ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇതുപോലെ കുറേയുള്ള അപ്പാർട്ട്മെന്റ്സ്. ഇതൊക്കെ ആർക്കാ? ഇത് വീക്കെൻഡ് ആയിട്ട് എയർബിഎൻബി ഒക്കെ ആയിട്ട് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് അല്ലേ. നമ്മുടെ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൽ കുറേ വണ്ടികൾ ഓൾറെഡി കിടപ്പുണ്ട്. ഇവിടെ മതിലുകളിലെല്ലാം ഗ്രാഫിറ്റി പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഫുള്ള് കറുത്ത മണലാണ് കേട്ടോ. ഈ കാണുന്ന ഓഷൻ, അതായത് ഇത് നമ്മുടെ പസഫിക് ഓഷനാണ്. പസഫിക് ഓഷൻ നേരെ നീന്തിപ്പോയാൽ നിങ്ങൾ അങ്ങ് എക്വഡോർ എത്തും കേട്ടോ. പകൽ കടലിറക്കമുണ്ട് കേട്ടോ. ഇന്ന് നല്ലപോലെ കടൽ ഇറങ്ങിപ്പോയെന്നാണ് ഇവർ പറയുന്നത്. കുറേ പേര് ഇതുകൊണ്ട് അങ്ങ് വെള്ളത്തിലൊക്കെ നിൽക്കുന്ന കാണാൻ സാധിക്കും. കുറേ പേര് ഫാമിലി ആയിട്ട് വന്നിട്ട് എന്താ പറയുക പിക്നിക്കൊക്കെ പോലെ ആ ഒരു ഭാഗത്ത് കണ്ടോ പിക്നിക്കൊക്കെ പോലെ അവരവരുടെ ടെൻ്റൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കുറേ ഫാമിലീസ് സംഭവങ്ങൾ അവരെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാണുന്നത് നമ്മുടെ ഒരു ചെറിയൊരു പുഴയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പുഴയിലെ വെള്ളമാണ് കടലിലോട്ട് ഒഴുകി വരുന്ന. നല്ല രസമുണ്ടല്ലേ, ശാന്തമായിട്ടുള്ള ഒരു കടൽ തീരം. കുറേ ആളുകൾ നമ്മുടെ കോഡ് ബൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്ന അതിൻ്റെ കുറേ പാടുകളൊക്കെയാണ് കേട്ടോ.
നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഒഴുകിയുള്ള വെള്ളത്തിന്റെ അല്ലേ? വെയിലില്ല അല്ലേ ഇന്ന് കാർമേഘം ഇച്ചിരി മൂടലാണ്. നല്ല ചൂടാണ്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്ന ഇത് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. ഇവിടെ കുറേ ഫാമിലീസൊക്കെ വന്ന് ആ ഒരു ഭാഗത്തും എല്ലാവരും പിക്നിക്കായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാണുന്നതെല്ലാം പ്രൈവറ്റ് വീടുകളാണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ കാണിച്ച പോലെ പല ആളുകളുടെയും അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വീടുകളൊക്കെയാണ്. കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു കേരള വൈബ് കേട്ടോ. തെങ്ങ് കണ്ടോ? തേനീച്ച ആണോന്ന് കേട്ടോ, എന്തോ ഉണ്ട്. കൊത്തുമ്പോ അറിയാം. ഫുള്ള് വെള്ളം വീണ് ഉള്ള ബി കെയർഫുൾ. ഇപ്പൊ മനസ്സിലായി ചേട്ടൻ എന്തുകൊണ്ടാ ഇതിലൂടെ വരണ്ടാന്ന് പറഞ്ഞേ. ചേട്ടനാണ് കേട്ടോ പറഞ്ഞോണ്ടിരുന്നത്, വേണ്ട നമുക്കിത് വഴി വരണ്ട. പറഞ്ഞോ ക്രെഡിറ്റ്. ചേട്ടൻ ചിപ്പി എന്തോ പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എന്താ മുരുവോ? മുരു എന്താ സാധനം? നമ്മുടെ ഓയിസ്റ്റർ പോലത്തെ സാധനം കേട്ടോ. വേണ്ടേ ഏതോ മീനൊക്കെ പെട്ട് കിടക്കുവാണ് കേട്ടോ. ടൈഗർ ഫിഷ് ആണോ? എല്ലാത്തിലും മീനാ? വെള്ളം കടലിൽ നിന്ന് വെള്ളം വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം വന്ന് ഇങ്ങോട്ട് കയറും. നമ്മുടെ രാമച്ചമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി കേട്ടോ. രാമച്ചം തന്നെയാണോ? ഇവിടെ ആയിട്ട് നമ്മുടെ നന്ദ്യാർവട്ടം പൂ വിരിഞ്ഞിരിക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ നമ്മുടെ കാന്താരി മുളക് ഫുള്ള് നിൽക്കുന്ന കണ്ടില്ല. ഇവിടെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. മെക്സിക്കോയിലൊക്കെ ആണെങ്കിൽ ഇത് അവർ കവറിലാക്കി വിറ്റാനാ. കാറ്റും മഴയും. തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ ഒരു ഓപ്പൺ ഏരിയ കം റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പൂളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ഇന്ന് അധികം ചൂടില്ല കേട്ടോ. കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. നമ്മുടെ പപ്പയ്ക്ക ഇത് നോക്കിയ മരിച്ചിനിയുടെ വലിപ്പം. എൻ്റെ ഇതിൻ്റെ ഫുള്ള് കേടായതല്ലേ. ഇതിൽ നിന്നും വലിപ്പമുള്ള മരിച്ചിനി ഇവിടെ എടുത്തുനിന്ന് കേട്ടോ. നല്ല വലിപ്പമുള്ള. ഈ പനാമയിൽ വന്നിട്ട് ഒരു മലയാളി ഫ്ലാറ്റിൻ്റെ പാലുകാച്ചിന് വന്നതാണ് കേട്ടോ. ഇവരൊക്കെ ഇവരുടെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഈ കാണുന്നതാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ഇവരൊക്കെ താമസിക്കുന്ന. നമ്മുടെ മുകളിൽ വന്നപ്പോൾ ഉള്ള വ്യൂ ഈ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഇവരെല്ലാം ഇങ്ങോട്ട് മാറി താമസിക്കാൻ വേണ്ടി പോവാണ്. ചേട്ടാ ഹായ് പറയും. എന്തുണ്ട് വിശേഷം? സൂപ്പർ. ചേട്ടന്റെ പേര് സതീഷ്. സന്തോഷ്. ചേട്ടൻ തമിഴ്നാട്ടിലാണ് സ്വദേശം. ചേട്ടൻ ഇവിടെ ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ആശംസകൾ കേട്ടോ എൻ്റെ. യെസ് താങ്ക് യു. അങ്ങനെ കുറെ നാൾക്ക് ശേഷം, കുറെ നാളല്ല, പാല് കാച്ചിട്ട് പാല് കുടിക്കുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഈ ഒരു വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ആക്ച്വലി നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഫുള്ള് മലകളാണ് കേട്ടോ. ഫുള്ള് മലകളുടെ വ്യൂ. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ലഞ്ച് പപ്പടം. ചേട്ടന് വ്രതമാണ് കേട്ടോ. എന്നിട്ട് വ്രതം മുടക്കിയിട്ട് ഉച്ചയ്ക്കിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇടത്തും വലത്തും ചേട്ടന്റെ ചിക്കനാണ്. ഇവിടെ ചിക്കൻ കറി, ഇവിടെ മരിച്ചിനി ഉരുളക്കിഴങ്ങ്, ചോറ്, രസം, പിന്നെ എനിക്ക് സ്പെഷ്യൽ പപ്പടം. ഇവർക്ക് പപ്പടമൊന്നുമില്ല.
അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാണുന്നതാണ് നമ്മുടെ പാൻ അമേരിക്ക ഹൈവേ. അതായത് ഉത്തര അമേരിക്കയും നമ്മുടെ ദക്ഷിണ അമേരിക്കയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. പക്ഷേ ബന്ധനം ഈ രാജ്യത്ത് വെച്ച് നിന്നു പോവും. ഇവിടെ ഫുള്ള് ട്രാഫിക് കേട്ടോ. ഞാൻ വിചാരിച്ച പാൻ അമേരിക്ക റോഡ് ഇതല്ല കേട്ടോ, ഇത് ഫുള്ള് ട്രാഫിക്കാ. ഇവിടെ ആരോ ആക്സിഡന്റ് ഒക്കെ ആയി നിൽക്കുക. ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു മാളിലോട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ പനാമ സിറ്റിക്ക് മുന്നേ ഉള്ള ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വന്നത്. പനാമ സിറ്റിയിലോട്ടല്ല വന്നിട്ടുള്ളത്. പനാമ സിറ്റിയാണ് നമ്മുടെ ക്യാപിറ്റൽ. ചെറിയൊരു ഫെയർ അടക്കമാണ്. ഇവിടെ മാങ്ങ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, പിന്നെ ഇവരുടെ കുറേ കളർഫുൾ കോസ്റ്റ്യൂം ഓർണമെന്റ്സ്, ഇവരുടെ കൂന വിഭാഗം, ഇവിടുത്തെ ഇൻഡിജീനസ് ആളുകൾ ധരിക്കുന്ന സംഭവമൊക്കെയാണ് കേട്ടോ. നല്ല തിരക്കാണല്ലോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്. ഏതൊക്കെ കാറൊക്കെ ഇവര് ഷോ ഓഫിന് വെച്ചിട്ടുണ്ടല്ലോ. ആ കാണുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവരുടെ കുണ ട്രൈബാണ് കേട്ടോ. അതായത് ഇവിടുത്തെ എത്തനിക് പോപ്പുലേഷൻ ആയിട്ടുള്ള ആളുകളാണ് ഇതുപോലെ എന്താ പറയുക കളർഫുൾ ക്ലോത്തൊക്കെ ഇട്ട് നടക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ അല്ല പെട്ടെന്ന് നിങ്ങൾ നോക്കിയപ്പോൾ എന്തോ പോലെ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള വിഭാഗമാണ് കേട്ടോ. ഇൻഡിജീനിയസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പഴയ തദ്ദേശീയവാസികൾ. അതായത് 2023 ഇവിടുത്തെ സെൻസസ് പ്രകാരം ഏകദേശം 17-20% ആളുകൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് പല സെൻട്രൽ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും 20% ഇൻഡിജീനിയസ് ആളുകളില്ല. കാരണം 3/4 പേരും എന്താ പറയുക മിക്സഡ് ആയിപ്പോയി. ഇത് 17-20% മിക്സഡ് ആവാത്ത ആളുകളാണ്. പിന്നെ വരുന്ന മെറ്റ്സിസോ, അത് ഇവിടെ കാണാൻ സാധിക്കും. അതായത് സ്പാനിഷ് ആളുകളുമായിട്ടും ഇൻഡിജീനിയസ് ആളുകളുമായിട്ടും മിക്സ് ആയിട്ടുള്ള ആളുകളെയാണ് മെറ്റ്സിസോ എന്ന് പറയുന്നത്. അവരും ഇൻഡിജീനിയസ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്, മിക്സഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ കുറേ ആഫ്രിക്കൻ കരീബിയൻ ആളുകൾ കുറേ പേരുണ്ട്. ഇവിടെ കുറേ കറുത്ത വർഗ്ഗക്കാരെയും കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആക്ച്വലി ഇവരുടെ കറൻസിയുടെ പേര് ബൽബോവ എന്ന എന്തോ പറയുന്ന ഒരു കറൻസിയാണ് കേട്ടോ. അതിന് ഇവരെപ്പോഴും ഇടുന്നത് B/0 കേട്ടോ ഇടുന്നത്. 69 ഇത് ഡോളറിൻ്റെ സെയിം US ഡോളറിൻ്റെ സെയിം വാല്യൂ ആണ് കേട്ടോ ഈ ഒരു കറൻസിക്ക് വരുന്നത്. കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ കണ്ടില്ലേ ഓരോ കാറുകൾ മോഡിഫൈ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ ഒരു ഷോ ആണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴേ കൊണ്ടുപോയെന്ന് നോക്കിയേ പ്ലീസ്. നല്ല മനോഹരമാണ് കേട്ടോ, അടിപൊളി. നമ്മൾ ഇതാണ്ട് തിരിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി കേട്ടോ. ഈവനിങ് അല്ല, രാത്രി ആയിട്ടുണ്ട്. ഇവിടെ പഴഞ്ചം വേണം അല്ലേ ഇവിടെ. നമ്മൾ ഈ ഡ്രസ്സിൻ്റെ നാറ്റമാണെന്ന് തോന്നോട്ടോ. കണ്ടില്ലേ വില കണ്ടില്ലേ, 300 രൂപ 400 രൂപ 300 രൂപ. ഭയങ്കര വാട നാറ്റം കേട്ടോ. വാടാന്ന് പറഞ്ഞാൽ വാട നാറ്റം. ഇത്രയും പേര് നല്ല AC നല്ല മണമുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇതെനിക്കൊന്ന് ഒരു ലോക്കൽ ഇവിടെ തന്നെ മാളിലെ ലോക്കൽ ഒരു സംഭവമാണ് കേട്ടോ. കാണുന്നതൊക്കെ ഇവിടുത്തെ സ്കൂൾ യൂണിഫോം ആണ് കേട്ടോ. 350 രൂപയ്ക്ക് സ്കൂൾ യൂണിഫോം ഷർട്ടുകൾ. നമ്മുടെ പണ്ട് നാട്ടിലൊക്കെ റെഡിമെയ്ഡ് ഷർട്ടുകൾ കിട്ടൂലേ, അതുപോലുള്ള സംഭവങ്ങൾ. ഇത് ഒരു എന്താ പറയുക ലോ കമ്മ്യൂണിറ്റി സാധനങ്ങൾ. പിന്നെ ഫുഡ് വെയർ, സ്കൂൾ ഷൂസുകൾ, ഇതിനൊക്കെ 1300 രൂപ. ഈ കാണുന്ന നമ്മുടെ 1000 രൂപയ്ക്ക് 1000 ഇല്ല 990 അതിൻ്റെ താഴെയുള്ള വിലയ്ക്ക് ഇതാണ്ട് ടെൻറ്റുകളാണ് കേട്ടോ. ഇവിടെ അതിനും കുറച്ച് 1350 രൂപയ്ക്കുള്ള ടെൻറ്റുകൾ, 1250 ടെൻറ്റുകൾ. ഇവിടെ ചീപ്പ് കമ്മോഡിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്തെല്ലാം. 1500 1550 രൂപ 1550 രൂപയ്ക്ക് മിക്സി കേട്ടോ. നിസാന്തോ $1 91 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. 100 വെച്ച് കൂട്ടിയാലും 1600 രൂപ. കൊള്ളാലോ. ഇത് 2700. നല്ല വിലക്കുറവാണല്ലോ ഇവിടെ സാധനങ്ങൾ. വെറും ലോക്കൽ സാധനങ്ങളാണ്, ഫുള്ള് ചൈനീസ് സാധനങ്ങളാണ്. അടുത്ത ഇന്ന് വീട്ടിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അവിടെ കണ്ടില്ലേ ഒരു എന്താ പറയുക മുസ്ലിം, ഒരു പുള്ളി തൊപ്പിയിട്ട് പിന്നെ മുഖമൊന്നും കാണിക്കാത്ത ഒരു മുസ്ലിം ഫാമിലിയാണ് കേട്ടോ അവിടെ കണ്ടത്. അതായത് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സിന്ധിക്കാർ, അതായത് പഞ്ചാബികൾ, ഗുജറാത്തികളൊക്കെ സിന്ധി ഹിന്ദുക്കൾ, പിന്നെ കുറച്ച് മുസ്ലിം പോപ്പുലേഷൻ, പിന്നെ സൗത്ത് ഇന്ത്യ എന്നുള്ള കുറച്ച് ക്രിസ്ത്യൻ പോപ്പുലേഷൻ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബർബഡോസ്, ജമൈക്ക, കുറച്ച് കരീബിയൻ ഐലൻഡിൽ വന്നിരുന്നു. അവർ പിന്നീട് ഇവിടെ അമേരിക്ക വന്ന് സിയൂസ് കനാലല്ല നമ്മുടെ പനാമ കനാലിൽ പണിതപ്പം
അവിടെ മെർച്ചൻ്റ് ആയിട്ട് വന്നവർ പിന്നീട് കുടിയേറി ഇപ്പോൾ പനാമയിൽ 2-3 ജനറേഷനായിട്ടുള്ള ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. അവരിൽ പെട്ടവരാണ് ഇവരെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പുള്ളിയെ കണ്ടിട്ടോ. ഹലോ, വാട്ട്സ് യുവർ നെയിം? Nasir. So you speak Hindi? Hindi, Gujarati. You speak Gujarati. What do you do here? I mean, how did you end up here? I am Maulana. Maulana. So you are part of Gujarati, the people who from Surat. Surat. But your ancestor came here. Yes, 2000 here. Oh, you came in 2000. Okay. Here 25 years. Oh, here 25 years. Okay. I live India, Surat. Surat. Came cho maja mache. Majama છે. Okay. Thank you. Thank you. ഞാൻ വിചാരിച്ചല്ല കേട്ടോ, ഇവർ 25 വർഷമായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവരല്ലാത്ത കുറേ ആളുകൾ, അതായത് വർഷങ്ങളായിട്ട് 2-3 ജനറേഷനായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹിന്ദി സംസാരിക്കുന്ന സിന്ധിക്കാർ അല്ലെങ്കിൽ പഞ്ചാബിക്കാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ കെറ്റിലിനൊക്കെ ഇതാ വെറും 800 രൂപ കേട്ടോ. 750-800 രൂപ. 1200-1300 രൂപയ്ക്കുള്ള അയൺ ബോക്സുകൾ. ചീപ്പായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. തിരക്കും ഒക്കെ ഇവിടെ 8 മണിയാകുമ്പോൾ എന്തോ അടയ്ക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇവിടെയും കണ്ടോ, ഇവിടെ എല്ലാവരും USD ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. US ഡോളറാണ് ഇവിടെ എല്ലാത്തിനും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, സിനിമയൊക്കെ കണ്ടു കേട്ടോ. നമ്മുടെ സിറൈ എന്ന് പറയുന്നത് തമിഴ് സിനിമ. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് താണ്ട് ഇവിടുത്തെ ഒരു ബീച്ചിലോട്ട് വന്നതാണ് മീൻ വാങ്ങാൻ വേണ്ടി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്ത് വലിയോറയിലൊക്കെ ഫ്രഷ് മീൻപിടുത്തക്കാർ പിടിച്ചോണ്ട് കൊണ്ടുവന്നിട്ട് വാങ്ങുന്ന ഇതുണ്ടല്ലോ, അതുപോലുള്ള ഒരു ചെറിയ സംഭവമാണ് ഇവിടെ. നമ്മുടെ വെർജിൻ ഡെൽ കാർമൻ. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാം. ആകെ കുറച്ച് ബോട്ടുകളേ ഉള്ളൂ ഇവിടെ. കാണുന്നതാണ് കേട്ടോ നമ്മുടെ മറീന. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു പബ്ലിക് ഹോസ്പിറ്റൽ. കുറേ ആൾക്കാർ ഇവിടെ പുറത്ത് ക്യൂ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് മീനെ കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടുത്തെ ഒരു രാവിലെ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ. പഴങ്ങളും സംഭവങ്ങളൊക്കെ വിൽക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴം, പിന്നെ മരിശ്ശിനി, അത്യാവശ്യം വലിപ്പമുള്ള മരിശ്ശിനി കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഏത്തമ്പഴത്തിന് 3 എണ്ണത്തിന് $1 കേട്ടോ. 3 പീസിന് നാട്ടിലെ 91 രൂപയാണ് 3 പീസ്. ഇവിടെ പീസായിട്ടൊക്കെയാണ് വിൽക്കുന്നത്. ഇവിടെ നീളം മരിച്ചിരി, ഇത് വേറെ കട്ടിക്കിഴങ്ങും. നാട്ടിൽ നമ്മുടെ രസകദളി പോലത്തുള്ള പഴമാണ് കേട്ടോ ഈ കാണുന്നത്. വീഡിയോ ഇവിടെ $2 അവർ പുളിയെ വൃത്തിയാക്കി പുറത്ത് പൊളിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതാണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫിഷ് പൊട്ട്. ഇതെന്ത് പൊട്ടാ? റാഗി പൊട്ട്. ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നവർ. ഇവിടെ ആയുർവേദ ഒരു ചെറിയൊരു ഡയറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അവസാനം ഇതിനിടയിൽ ഞാൻ ഒരു 4 മണിക്കൂർ മസാജ് സെക്ഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 4 മണിക്കൂർ മസാജ് സെക്ഷൻ. കാരണം ഇന്ന് കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഞാനാണ് ട്രൈ ചെയ്യാൻ വേണ്ടി നിന്നത്. 4 മണിക്കൂർ മസാജൊക്കെ ചെയ്തു. അവസാനം ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അണ്ണൻ നമുക്ക് ബിരിയാണി സൂപ്പറായിരുന്നു വെച്ച്. ரொம்ப നന്ദി അണ്ണ എല്ലാത്തുക്കും. ഓക്കെ, അവിടെ ഉള്ള എല്ലാവരുടെ അടുത്തും ഞാനിവിടെ പറഞ്ഞു, ബൈയൊക്കെ പറഞ്ഞു. അവസാനം ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് എനിക്ക് പരിചയമുള്ള നമ്മുടെ ട്രാവൽ കമ്മ്യൂണിറ്റി വഴി അവിടോട്ട് ഞാൻ പോവുകയാണ്. അവിടെ പോയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അത് നമ്മുടെ പനാമ സിറ്റിയിലോട്ട് പോകുന്നതാണ്. 10-65 കിലോമീറ്റർ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ വന്നു. ഞാനിനി ബസ് എടുത്തിട്ട് പോവുകയാണ്. ഇവിടുത്തെ ഇതുപോലുള്ള മിനി വാനുകളുണ്ടല്ലോ, ഈ കാണുന്ന വണ്ടികളാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. ഇതുപോലത്തുള്ള മിനി വണ്ടികളാണ് കേട്ടോ ചൊറേറയിലോട്ട് പോകുന്നത്. ചൊറേറ മാത്രമല്ല, ഇതെല്ലാം പനാമയിലോട്ട് പോകുന്ന വണ്ടികളാണ് കേട്ടോ. അതുകൊണ്ട് അതുപോലത്തെ വേറെ വണ്ടികളുണ്ട്. എനിക്കൊന്നും അതാണോ ഫാസ്റ്റ്? ഇതുപോലുള്ള ബസ്സുകളിലൊക്കെ ഇവരുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് വേറെ ബസ്സുകാർക്ക്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും തോന്നുന്നു. ബസ് പയ്യെ പലയിടത്തും നിർത്തി മണിക്കൂർ കഴിഞ്ഞിട്ടാണോ പോകുന്നത്. ഭയങ്കര സ്ലോ. ബസ് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. നല്ല തണുപ്പ് കേട്ടോ, വിചാരിക്കുന്ന പോലെയല്ല. നല്ല കാറ്റും തണുപ്പും. ഞാൻ എനിക്ക് പോകേണ്ട വഴിയിലോട്ട് കയറി. ഈ കാണുന്നതാണ് നമ്മുടെ അമേരിക്കൻ ഹൈവേ എന്നൊക്കെ പറയില്ല, നമ്മുടെ പാൻ അമേരിക്കൻ ഹൈവേ എന്നൊക്കെ പറയുന്ന ഇതിലൂടെ നേരെ പോയാൽ നമ്മുടെ സിറ്റിയിലെത്തും, പനാമ സിറ്റിയിലോട്ട്. ഇന്നലേക്ക് നമ്മൾ പോയ വഴിയാ. പനാമയിൽ ഞാൻ ആക്ച്വലി ഇതുവരെയായിട്ട് ഹിച്ച് ചെയ്തില്ല. ആദ്യമായിട്ട് ഹിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്ര ദിവസം ഞാൻ ബസ് എടുത്താണ് കേട്ടോ വന്നത്. അതായത് ഇന്നലെ ഒന്നും ഹിച്ച് ചെയ്യുന്നില്ല. ഇവിടെ എത്തിയത് ബസ് എടുത്തിട്ടാണ്. ഹലോ, ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് മാത്രമേ കാണുള്ളൂ. റൂൾ അനുസരിച്ച് ഇവർക്ക് ഒറ്റ നമ്പർ പ്ലേറ്റ് വെച്ചാൽ മതി. അപ്പോൾ ചില ആൾക്കാർ ഫ്രണ്ട് വയ്ക്കും, കൂടുതൽ ആളുകളും പുറകിലാണ് വയ്ക്കുന്നത്. പുറകിൽ എന്തായാലും മെയിനായിട്ട് വേണം. അങ്ങനെ എന്താണ് നിയമം കേട്ടോ. സോ കൈൻഡ്, താങ്ക് യു സോ മച്ച്. Wow. Where are you from? What do you think? You wanna guess? No, your accent maybe USA. USA? Maybe. No way. Where? Can I give you some guess? Maybe. Huh? Can I give you more guess? I belong to Asia. I'm from Asia. You're from where? Asia, continent Asia. Oh. What do you think? Do you have any idea? You can look at my hair, my eyes, my face. Maybe Emirate. UAE? No, I'm not Arab. But my name is Arabic. I'm not Arab. I don't know. Okay, I'm from one of the big country, like with biggest population. The biggest population, more people. Okay, India. Oh. Yeah. India. What's your name? Daishal. Sorry? Daishal. Mucho gusto. Mahi. Soy de la India. Sur de la India. Soy de India. Sur de la India. My English is so good. No, my Spanish is very bad. No problem. Your English is very good. Muy bien English. Thank you. So, ¿a dónde vas? My home. Okay, tu casa. Are you? Donde mi amigo casa. Where is? Me no map. ഇത് പറയായിരുന്നു, ഇവിടെ ആരും വണ്ടി നിർത്തൂല. അത് എല്ലാ വണ്ടിയിൽ കയറുമ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒക്കെ നിങ്ങളെ പോലെ നല്ല ആളുകൾ ഉണ്ടാവുന്നു കേട്ടോ. Why did you stop me? Okay. Why did you stop the car for me? Because I saw you. You did. I look like a very non-dangerous person. Oh no. Okay. You didn't understand? Huh? You didn't understand? What? No, I look like a non-dangerous person. I mean, very innocent boy. Okay. Muchas gracias. Innocent boy. Because I don't have beard. Yeah, 2 days you look before. like innocent boy. 2 days before, I have beard, you know. Yeah. Now I don't have. പക്ഷേ ഞാൻ ബിയേർഡ് വെക്കാത്ത സമയത്ത് എല്ലാവരും എന്നെ മെക്സിക്കൻ എന്ന് വിചാരിക്കും. മെക്സിക്കൻ എന്നല്ല, ലാറ്റിൻ അമേരിക്കൻ എന്ന് വിചാരിക്കും, ഏത് രാജ്യത്തുള്ളതാണ്. താടി വെക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, ഇന്ത്യക്കാരനാണോ അതെന്താണെന്ന് എനിക്കറിയില്ല. ഇന്ത്യ, ലൈക്ക് സുർദല ഇന്ത്യ. ഇറ്റ്സ് ഹെർമോസ. Like you. Like me. No, like me. No. Like me. Like me. No. Okay, like us. Okay. Like us. Okay. Yeah. So India. it's very beautiful. See, there is playa, there is coco, there is yuca, there is rus, comida, mucho bien comida. Yeah, mucho Do you bien like- comida. Sur de la India. Panamanian food. See? Yeah. Beans, rus and beans. Rus and beans. Beans in Spanish, I forgot. Beans. Is like poroto. No poroto. Beans in എങ്ങനെയാ സ്പാനിഷിൽ പറയുന്നത്? How I say beans in Spanish? Beans. നമുക്ക് ബീൻസ് മനസ്സിലായില്ല കേട്ടോ. ബീൻസിന് സ്പാനിഷ് നാവിന്റെ തുമ്പിലിരിക്കുകയാണ്, തുപ്പിക്കളയാൻ പറ്റുന്നില്ല. ഫൈനലി എന്റെ സ്ഥലത്തെത്തി. ഡൈഷോ, ഐ എം ഗോണ സീ യു ഇൻ കേരള.
Yes, I Right? go. And I'm gonna take you in my motorbike around. Thank you. Okay? Bye. Muchas gracias. അങ്ങനെ അവസാനം ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പാവം കേട്ടോ, എന്നെ പുള്ളിക്കാരി ഇവിടം വരെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അതുകൊണ്ട് മാത്രം ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തി കേട്ടോ. ഇതുപോലുള്ള കുറേ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയകൾ ധാരാളം ഇവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ വീട് ഇതാണല്ലോ, ഇവിടെ അല്ലേ? Okay. I reached the place, exact place. Sí, ¿verdad? Mi hijo, Hola. Hola. Mahi, mucho gusto. mi mecánico, superestrella. Mucho gusto. ഇതിനകത്തുള്ള പട്ടിയെല്ലാം കണ്ടോണ്ട്. Hola. Thor. ¿Puedes acercarte? No problema. No, no quiero. അല്ല കടിക്കുന്നുണ്ട്. പേടിയാവുന്നു. കിടച്ചോനെ അവിടെ കിടക്കട്ടെ. Thor y Akira. തോർ Akira. അക്കീറ. Ajá. അസ്താഫുള്ള ഇവിടെ എന്ത് കാണിക്കണമെന്ന് നോക്കി പട്ടികള് തമ്മില്. പാവത്തിനെ വെറുതെ ഇടുന്നില്ല ഒരു പട്ടി. കണ്ടിന്യൂ ഞാനൊന്നും കണ്ടില്ലേ. ഇവിടെ നമ്മളിരുന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അവര് വണ്ടി ശരിയായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പൊക്കി അടിക്കുകയാണ് കേട്ടോ മോന്റെ അടുത്തൊക്കെ. മോനും എനിക്കും സ്വന്തം പ്രായമാണ് കേട്ടോ, സെയിം പ്രായം. Aquí. Sí. Poquito. ¿Ah, chido? Sur de la India. Sí, bonito, beautiful. Beautiful. Kerala, Oh, beautiful. qué bonito. Tú bienvenido. Tú. കേരളം കണ്ട് Muy ഞെട്ടി. bonito. Muy bonito. Muy bonito. Gracias. Pero mira eso. Mira. ഞെട്ടി കേട്ടോ കേരളത്തിനെ കണ്ടിട്ട്. Mira. Tiene que ir allá. മൈരയുടെ വീട്ടിൽ നിന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ മൈര. പുള്ളിക്കാരി ഒരു അഡ്വക്കേറ്റ് ആണ്. Sola no. ദോസോലാനോ? Yo sola no. ഓക്കെ പുള്ളിക്കാരി അല്ല ഇത് ഫുള്ള് കഴിക്കുന്നത്. നീ ലോസേ mucho gusto മൈര. Mucho gusto, Majet. ഇത് മൈരയുടെ ഹെർമാനോ? Hijo. No, hijo, sí. Tú, Kale. ഇത് കാലയും കാലയുടെ ഗേൾഫ്രണ്ട്. Tu nombre? Ana Gabriela. Ese que está allá. അത് നമ്മുടെ Acá. Tu nombre? Enoch. ഇത് എനോക്ക്. mucho gusto. Provecho. Provecho. എനിക്ക് ഗേൾഫ്രണ്ട് വന്നപ്പം പറയാണ് കേട്ടോ കേരളത്തിലോട്ട് വരാൻ. Tu bienvenido Kerala. Bienvenida, Canela. Todo. Sí. Vamos para Kerala. നമ്മള് Está pasando mucho tiempo con Jay. നമ്മള് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മയും മരുമോളും അടിപൊളിയാണ് കേട്ടോ. രണ്ടുപേരും നല്ല രസമാണ്. ഗ്രാസിയാസ്. മുസോ ഗ്രാസിയാസ്. നമ്മൾ പുറത്ത് വന്നിട്ട് ഇവിടെ മാച്ച, ഇവിടെ ടി ചിയേഴ്സ്. ഹൗ ഈസ് എ ചിയേഴ്സ് ഇൻ ചിയേഴ്സ്? സലൂഡ്. 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 കേരളത്തിൽ നമ്മൾ എന്താ പറയാ? ചിയേഴ്സ്. കേരള ചിയേഴ്സ്. ചിയേഴ്സ് കേരള.